പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. 19-ാം തീയതി ഈ വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം എഹെസ്കേൽ 18-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെയും വിട്ട് തിരിയുവിൻ. ഇതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുതാപത്തെ തുടർന്ന് സ്വഭാവ മാറ്റം ഉണ്ടാകണം. ഒന്നുകൂടെ പറയാം: അനുതാപത്തെ തുടർന്ന് സ്വഭാവ മാറ്റം ഉണ്ടാകണം. സ്തോത്രം. ശരിക്കും ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ചെല്ലുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം ചെല്ലുമ്പോൾ ആ വ്യക്തിയിൽ രൂപാന്തരം സംഭവിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഈ ലോകത്തിലുള്ള രാഷ്ട്രീയക്കാരെ കൊണ്ടോ മതത്തിൻ്റെതായ പുരോഹിതന്മാരെ കൊണ്ടൊന്നും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് അല്ല. പിന്നെയോ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ആ വ്യക്തി വചനം കേട്ട് രൂപാന്തരപ്പെടുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. ആ വ്യക്തി സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നീതിയെ പിന്തുടരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ആമേൻ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപാവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ ആ പാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി നീതിയെ പിന്തുടരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീതിയെ സത്യത്തിൽ നടക്കുവാൻ ഇടയായിത്തീരും. നീതിയെ പിന്തുടരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. നമ്മൾ വായിച്ചത് ആമേൻ, അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെയൊക്കെയും വിട്ട് തിരിയുവിൻ. അപ്പോൾ അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടത്. അപ്പോൾ അകൃത്യം അഥവാ പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന ആ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക്, നിത്യനീതിയിലേക്ക്, സത്യത്തിലേക്ക് നടക്കണമെങ്കിൽ ആ പാപങ്ങൾ, ആ അകൃത്യങ്ങൾ, ആ ലംഘനങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുവാൻ ഇടയാകണം. സ്തോത്രം. നമുക്കറിയാം 51-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനായ ദാവീദ് പാപം ചെയ്ത് സ്തോത്രം ആ പാപത്തെക്കുറിച്ച് സ്തോത്രം ആമേൻ ഒരു പ്രവാചകൻ കടന്നു വന്ന്, നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് താൻ ചെയ്ത പാപത്തെക്കുറിച്ച് ഒരു ഉപമ പറഞ്ഞ് വ്യാഖ്യാനിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അത് കേട്ടപ്പോൾ അവിടെ ദാവീദ് അനുദപിച്ച് തൻ്റെ പാപങ്ങള് ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ആ ക്ഷണം തന്നെ ദൈവം
ദാവീദിന്റെ പാപം ക്ഷമിച്ച് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ചമയിച്ച ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അതിൽ 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്താണ്? എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അങ്ങനെയെങ്കിൽ പാപം നീക്കി വെടിപ്പാക്കണമെങ്കിൽ ആർക്കെ കഴിയുകയുള്ളൂ? പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം നടത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ പാപം നീക്കി ആ ഹൃദയത്തെ വെടിപ്പാക്കുവാൻ കഴിയുകയുള്ളൂ. നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഉള്ളിലേക്ക് വരുവാൻ ഇടയാകണം. സ്തോത്രം. അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപ അവസ്ഥയിൽ ആയിരിക്കുന്നു എങ്കിൽ ആ പാപ അവസ്ഥയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ അടുക്കലുണ്ട്. സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവേ, ഞാനൊരു പാപിയാണെന്ന് നിങ്ങളെ സമ്മതിക്കണം. സ്തോത്രം. അതേ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നാം എല്ലാവരും പാപികളാണ്. സ്തോത്രം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും അത് സ്തോത്രം പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടമാക്കി കളഞ്ഞു. സ്തോത്രം. എന്നാൽ നഷ്ടമാക്കി കളഞ്ഞ ആ ദൈവ തേജസ്സിനെ തിരികെ നൽകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തെ ഉപേക്ഷിച്ച് അവൻ ദൈവ നീതിയാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പുറമെ അഥവാ ബാഹ്യമായി എത്ര ആത്മീകനാണെന്ന് നടിച്ചാലും ദൈവം നോക്കുന്നത് ഓരോ മനുഷ്യന്റെയും ഹൃദയമാണ്. സ്തോത്രം. ആ ഹൃദയത്തിൽ അന്തരംഗത്തിൽ സത്യം ഉണ്ടാകുവാൻ ഇടയാകണം. സ്തോത്രം. എന്താണ് സത്യം? ആരാണ് സത്യം? സത്യം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതേ, വഴിയും സത്യവും ജീവനുമാകുന്ന ആ കർത്താവ് യേശു ക്രിസ്തു ഹൃദയത്തിൽ ഉണ്ടാകണം. ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സത്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം സത്യത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടാം. ആമേൻ. യെഹെസ്കേൽ 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്നതിനെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആരെങ്കിലും ഏതെങ്കിലും പാപാവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, ആ പാപ അവസ്ഥയിൽ നിന്നും അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് സത്യത്തിന് മാർഗമാകുന്ന, നീതിയുടെ മാർഗമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അവരെ സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സകല മാനവും സകല മഹത്വവും സകല പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ.
ആമേൻ. ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.